അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ശബ്ദങ്ങളിൽപ്പെട്ട ഒരു ശബ്ദമാണ് കോഴിയുടെ ശബ്ദം എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിനിഷ്ടപ്പെട്ട ശബ്ദമാണ്. എന്തേ കാരണം? പണ്ട് നമ്മളൊക്കെ നാട്ടിലെ വല്യന്മാർ നാടൻ കോയിനെ അറക്കാൻ മൊല്ലാക്കാനെ തിരഞ്ഞു പോകുമായിരുന്നു. അങ്ങനെ കോയിനെ പിടിച്ചാണ്ട് ഇങ്ങനെ പോയിട്ട് പള്ളിൻ്റെ അടുത്ത് ചെന്നിട്ട് മരത്തിൻ്റെ മറുവിൽ അല്ലെങ്കിൽ ചുമരിൻ്റെ മറുവിൽ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ എത്തി വെക്കും. മൊല്ലാക്ക ഉണ്ടോ? അത് മൊല്ലാക്കാൻ്റെ അടുത്താണ് മാങ്കൊമ്പിൻ്റെ പിടിയിട്ട കത്തിയുള്ളത് എന്ന് അതിൻ്റെ കാരണം. മാങ്കൊമ്പുകൊണ്ട് പിടിയിട്ട നല്ല കത്തി മൊല്ലാക്കാൻ്റെ അടുത്തേ ഉള്ളൂ എന്നതാണോ കാരണം? അല്ല. പിന്നെന്താ കാരണം? അതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ ഒരു വലിയ തത്വമാണ്. ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവരൊക്കെ ആ തത്വം പറഞ്ഞിട്ടുണ്ട്. കോഴിയെ അറുക്കുന്നവൻ 12 മണിക്കൂറിൽ കൂടുതൽ തസ്ബീഹ് ചൊല്ലുന്നവനായിരിക്കണം എന്നാണ് പല സൂഫിയാക്കളുടെയും അഭിപ്രായം. അതിൻ്റെ കാരണം കോഴി 24 മണിക്കൂറും തസ്ബീഹ് ചൊല്ലുന്ന ജീവിയാകുന്നു എന്നതാണ്. എല്ലാ ജീവികളും അങ്ങനെയാണ്. കരച്ചിലിൽ പ്രാവ് നിന്നെ തോൽപ്പിക്കാതിരിക്കട്ടെ എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ യാഖൂത്തുൽ അർശ് റളിയല്ലാഹു അൻഹു തൻ്റെ താജുൽ അറൂസിൽ പറഞ്ഞിരിക്കുന്നു, കരച്ചിലിൽ പ്രാവ് നിന്നെ തോൽപ്പിക്കാതിരിക്കട്ടെ. കരച്ചിലൊരു ദിക്റാണ്. فمن ذكر الرب المهيمن خاليا ففاضت به عيناه خوفا نكالي. കരച്ചിൽ ദിക്റാണ്. فمن ذكر الرب المهيمن, മുഹൈമിനായ റബ്ബിനെ ഒരാൾ ഖാലിയൻ ഒഴിഞ്ഞിരുന്ന് ആലോചിച്ചു. ഫഫാദത്ത് ബിഹി ഐനാഹു, 2 കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകി. ലാ യലിജുന്നാറ റജുലുൻ ബക്കാ മിൻ ഖശ്യത്തില്ലാ, ലാ യലിജുന്നാറ നരകത്തിൽ പ്രവേശിക്കയില്ല, റജുലുൻ ഒരു മനുഷ്യൻ, ബക്കാ അവൻ കരഞ്ഞു, മിൻ ഖശ്യത്തില്ലാ അല്ലാഹുവിനെ ആലോചിച്ചുകൊണ്ട് കരഞ്ഞ മനുഷ്യൻ നരകത്തിൽ പോകൂല എന്ന് മുഹമ്മദ് നബി. ഞാനിപ്പോൾ ഈ റമദാൻ്റെ തൊട്ട് മുമ്പ് ഞാനത് കുറേ സ്ഥലത്ത് പടി കഴിഞ്ഞിട്ട് ഇങ്ങനെ മടങ്ങി വരുമ്പോൾ കടവ് റിസോർട്ടിൻ്റെ ഓപ്പോസിറ്റുള്ളൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറി ഉച്ചക്ക്. അപ്പം അങ്ങനെ ഒരു ഫാൻ്റെ ഒക്കെ ഇട്ടിട്ട് ഇൻസൈഡൊക്കെ ചെയ്തിട്ട് വെയിറ്റർ, ഒരു ചെറുപ്പക്കാരൻ, ചെറിയൊരു താടിയൊക്കെ ഉണ്ടായിട്ട് ഒരാൾ ചോറ് കൊടുന്നിട്ടെന്നപ്പോൾ ബിസ്മില്ല എന്ന് പറഞ്ഞാണ്ട് ഇട്ടെന്നു. ബിസ്മില്ല ഞാൻ കേൾക്കാൻ വേണ്ടി പറഞ്ഞതല്ല, അയാൾ പറഞ്ഞപ്പോൾ ഞാൻ കേട്ടതാണ്. എനിക്കിങ്ങനെ നോക്കണ പരിപാടി ഉള്ളതുകൊണ്ട് കേട്ടതാണ്. പിന്നെ ആരൊക്കെ എന്തൊക്കെയാണ് പറയണതെന്ന് നോക്കണൊരു പരിപാടി ഉണ്ട് എനിക്ക്, അതുകൊണ്ട് കേട്ടതാണ്. അയാൾ ഞാൻ കേൾക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഇതിലേറെ വലിയൊരു ദഅവത്ത് എന്താ ഉള്ളത്? എത്ര മനുഷ്യന്മാർക്ക് ഹിദായത്തിന് ആ ഒരൊറ്റ ബിസ്മി കാരണമാവും. ദാക്കിറാവുക എന്ന് പറഞ്ഞത് ഇന്ന ആൾക്കേ പറ്റുള്ളൂ എന്നൊന്നുമില്ല. അത് കച്ചവടക്കാരനും പറ്റും, അത് ബിസിനസ്സുകാരനും പറ്റും, അധ്യാപകനും പറ്റും, പോലീസുകാരനും പറ്റും, പഞ്ചായത്ത് ഓഫീസിലുള്ളവനും പറ്റും, പ്ലാൻ ഉണ്ടാക്കണവനും പറ്റും, ലൈവ് കൊടുക്കണവനും പറ്റും, മൈക്കക്കാരനും പറ്റും. ദാക്കിറാവൽ എല്ലാവർക്കും പറ്റും. മനസ്സ് വേണമെന്നേ ഉള്ളൂ. മനസ്സുണ്ടെങ്കിൽ ആർക്കും പറ്റും. ബിസ്മി കൊണ്ട് തുടങ്ങാത്ത എല്ലാ കാര്യങ്ങളും ഖൈറ് ബർക്കത്തിനെ തൊട്ട് മുറിഞ്ഞതായിരിക്കും എന്ന ഒരു സന്ദേശത്തെ നമ്മൾ ഉൾക്കൊള്ളണം. നമ്മളെപ്പോഴും ദാക്കിരീങ്ങളാവണം. എന്നാലേ നമ്മൾ ദുന്യാവും രക്ഷപ്പെടും, ആഖിറും രക്ഷപ്പെടും. നമുക്ക് നമ്മളെ ദുന്യാവും രക്ഷപ്പെടണം, നമ്മുടെ ആഖിറും രക്ഷപ്പെടണം. ദുനിയാവിൽ വളരെ അന്തസ്സോടുകൂടെ അഭിമാനത്തോടുകൂടെ ജീവിക്കണം. ആഖിറും അങ്ങനെ തന്നെ ആവണം. അങ്ങനെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിന്റെ കൈ ഇങ്ങനെ പിടിച്ച് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരിക്കൽ അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, ഇത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കൈയാകുന്നു, കാരണം ഇത് അധ്വാനിക്കുന്ന കൈയാണ്. തയമ്പുണ്ടായിരുന്നു മൂപ്പര കയ്യുമ്മേ. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യുമ്മ തയമ്പുണ്ടായിരുന്നു. ആ കയ്യിനെ പിടിച്ചാണ്ട് പൊന്തിച്ചിട്ട് പറഞ്ഞു, ഇത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കൈയാകുന്നു, കാരണം ഇത് അധ്വാനിക്കുന്ന കൈയാണ്. അതുകൊണ്ട് നമ്മൾ
തൊഴിലുള്ളിടത്തോളം കാലം തൊഴിലെടുക്കണം. ഒരാൾ അക്കരമയായി, ഒരാൾ ഇക്കരമയായി, ഒരാൾ നടുവിലുമായി. ഞാൻ ഇപ്പോൾ പണിക്കൊന്നും പോണില്ല, അത് ഞാൻ പിന്നെ കാലാവധിക്ക് മുമ്പ് തന്നെയാണ് വിരമിച്ചു. കുട്ടികളൊക്കെ ഇപ്പോൾ ഒരാൾ അക്കരമ ഒരാൾ ഇക്കരമയൊക്കെ ആയപ്പോൾ പിന്നെ ഞാൻ പിന്നെയാണ് പോണില്ല എന്ന് വെച്ചു. ജോലി ഉള്ള ഒരാൾ ചെയ്യാതിരിക്കരുത്. മരിക്കോളം ജോലി ചെയ്യണം. വയ്ക്കുമെങ്കിൽ ഉണ്ടെങ്കിൽ മരിക്കോളം ജോലി ചെയ്യണം.